അത്രയും ഗതികെട്ടതുകൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് പറയുന്നൊരു കാര്യമാണ്. അതായത് എൻ്റെ ഹസ്ബൻഡിനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് രണ്ടു പേരും കൂടെ റീച്ചിന് വേണ്ടി കളിക്കുന്നൊരു നാടകമാണോ? ആളെവിടെ? ആൾ നാട് വിട്ടോ? ആൾ വേറെ പെണ്ണ് കിട്ടി? ഓക്കെ, അങ്ങനെ 2006 നടന്ന ഞങ്ങളുടെ ആ ഒരു വിവാഹ ജീവിതം 2020 ഞാനത് അനൗൺസ് ചെയ്യുന്നു. 20 വർഷം ആവുന്നു. ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ എൻ്റേതായിട്ടുള്ള കുറച്ച് ഫാമിലി സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു സമൂഹത്തിൽ പൈസയ്ക്ക് വേണ്ടി എന്നും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഞാനും എൻ്റെ 5 മക്കളും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത്, ഞാൻ സിലുവിൻ്റെ വീഡിയോ ചെയ്യണില്ല എന്ന് വിചാരിച്ചതാണ്. സിലു ആയിട്ട് ഞങ്ങൾക്കും ചെറിയൊരു റിലേഷൻ ഉണ്ട്. പക്ഷേ സിലുവിനെ എന്നെ അറിയില്ലായിരിക്കാം. ഞങ്ങൾ ഒരു ചെറിയൊരു റിലേഷൻ ഉണ്ട് സിലു ആയിട്ട്. എനിക്കറിയാം, സിലുവിനെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിക്കാരിയെക്കുറിച്ച് വീഡിയോ ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഒരുപാട് ആളുകൾ സിലുവിനെ വെച്ചിട്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നത് കണ്ടു കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് ഡിവോഴ്സായിട്ട് അല്ലെങ്കിൽ ഭർത്താവില്ലാതെ ജീവിക്കുന്നത്. ഈ 5 മക്കളെയും കൊണ്ട് ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അവൾക്കുണ്ടായ 5 മക്കളെയും കൊണ്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു റീസൺ ഉണ്ടാവും. ഒരു റീസൺ ഇല്ലാതെ ഈ 5 മക്കളെയും കൊണ്ട് ഇത്രയും വലിയ വീട്ടിൽ നിന്നും ആ പെൺകുട്ടി ഇറങ്ങില്ല. അത് 100% ഉറപ്പാണ്. അപ്പം അതും അല്ല, അവൾ ഒരുപാട് ജീവിത സാഹചര്യങ്ങളിലൂടെ പോയ ഒരു പെൺകുട്ടിയാണ്. എല്ലാം കണ്ടും കേട്ടും എല്ലാം പക്വതയും ഈ ഒരു ഏജിൽ തന്നെ പുള്ളിക്കാരി എന്താ പറയുക, ഇനി ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല. ശരിക്കും ഓരോ പെൺകുട്ടികളും ഈ സിലുവിനെ കണ്ട് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവളുടെ ആ ഓരോ പ്രവൃത്തികളും അതുപോലെ തന്നെ ആ സംസാര ശൈലിയും ആ മക്കളെ നോക്കുന്ന ആ ഒരു ഇതും എല്ലാം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പുള്ളിക്കാരി ഇത്രയും നാൾ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് പുള്ളിക്കാരിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരി അതിനെക്കുറിച്ചിട്ട് പറയാതെ ഇരുന്നത്. അപ്പോൾ എന്താ പറയുക, ആ ഒരു ഇത് വെച്ചിട്ട് ആളുകൾ എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ട് വേറെ എന്തൊക്കെയോ രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ വേറൊരാൾ റിയാക്ട് ചെയ്തത് കണ്ടു. അവരുടെ പേരെനിക്ക് ഓർമ്മയില്ല. ആ ഒരു പാവം മനുഷ്യനാണ്. അയാളെ ഊറ്റി കുടിച്ചതിന് ശേഷം ആ ആളെ ഉപേക്ഷിച്ച് അവൾ വീട് വിട്ട് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വീഡിയോ ചെയ്യുന്നത് കണ്ടു. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് അവളിങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അവളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്രയും നാളും ഒരു ഇപ്പം 5 മക്കൾ എന്ന് പറയുമ്പോൾ ആ 5 മക്കൾക്ക് കുറച്ചൊക്കെ ഉത്തരവാദിത്തങ്ങളും കുറച്ചൊക്കെ കടമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നിറവേറ്റാൻ സാധിക്കാതെ അവരെ നോക്കാനൊന്നും ഇതില്ലാതെ ഒരാളുടെ കൂടെ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവളെന്താണ് റീസൺ, സിലു എന്താണ് ഞങ്ങൾക്കിടയിലുള്ള റീസൺ എന്നൊന്നും പറയുന്നില്ല. ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി, ഇനി ഒന്നിച്ച് താമസിക്കാൻ താല്പര്യമില്ല. അത് അവളുടെ ഇഷ്ടമാണ്. അവൾ ഇത്രയും ഒരു 20 വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചിട്ട് ഒരു പെൺകുട്ടി വരണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ റീസൺ ഉണ്ടാകും. റീസൺ ഇല്ലാതെ ഒരു പെൺകുട്ടി ഒരു സുപ്രഭാതത്തിൽ 5 മക്കളെയും കൊണ്ട് പെട്ടെന്ന് ആ വീട് വിട്ടിറങ്ങില്ലല്ലോ. അവളുടെ ഭർത്താവിൻ്റെ വീട് നോക്കി നടത്തിയതും അതുപോലെ അവിടെ ചെയ്ത ഓരോ വർക്കുകളും കാര്യങ്ങളും ചെയ്തത് കണ്ടാൽ തന്നെ മനസ്സിലാവും അവൾ എത്രത്തോളം ആ ഭർത്താവിനെയും ആ വീടിനെയും സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ ഈ സിലുവിൻ്റെ ഒട്ടുമിക്ക വീഡിയോകളും കാണുന്നതാണ്. ഫസ്റ്റ് തൊട്ട് ഉള്ള വീഡിയോകളൊക്കെ കാണുന്നതാണ്. പുള്ളിക്കാരൻ്റെ ഓരോ വീഡിയോകളും എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ആ ഫസ്റ്റ് ഭർത്താവ് ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആ ഒരു വീഡിയോയും ഇപ്പോഴും തമ്മിലുള്ള താരതമ്യം. പുള്ളിക്കാരി ഇപ്പോൾ വീഡിയോയിൽ എല്ലാവരും വീഡിയോ ഇടാൻ പറയുന്നുണ്ട്, ഡെയിലി വീഡിയോ ഇടാൻ പറയുന്നതുകൊണ്ട് പുള്ളിക്കാരി വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരിക്ക് ആ വീഡിയോയിൽ എന്തൊക്കെയാണ് പറയുന്നത് തന്നെ പുള്ളിക്കാരിക്ക് അറിയുന്നില്ല. ഒരു പിച്ചും പേയും പറയുന്ന ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരി എന്തൊക്കെയൊക്കെയോ സംസാരിക്കുന്നത്. എന്തായാലും സിലു പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ കണ്ടിട്ട് വരാം. സിലുവിന് റിയാക്ട് ചെയ്യുന്നതിനോട് താല്പര്യമില്ല എങ്കിലും കുറേ പേര് പുള്ളിക്കാരി ഈ പച്ചയ്ക്ക് തിന്നുന്നത് കണ്ടപ്പോൾ എനിക്ക് ഈ കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്യുന്നത്. എന്തായാലും സിലു പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. എൻ്റെ ക്യാരക്ടറും ആളുടെ ക്യാരക്ടറും രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് വെച്ച് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിൻ്റേതായിട്ടുള്ള ക്ലാഷ് കാര്യങ്ങളൊക്കെ വരും. ഞാൻ അങ്ങേയറ്റം എൻ്റെ ഫാമിലി നോക്കിയിട്ടുണ്ട്. എനിക്ക് ധൈര്യമില്ലായിരുന്നു. എന്ത് തന്നെ പൈസ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും എനിക്ക് ആ ഒരു സംഭവം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം എന്നുള്ളത് എപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റം ആഗ്രഹിച്ച ഒരാളാണ്. കാരണം ഈ പറഞ്ഞ പോലെ 5 മക്കളാണ്. അയ്യോ ഞാൻ എന്ത് ചെയ്യും ഏത് ചെയ്യും, ഒന്നും ഒറ്റയ്ക്ക് ചെയ്ത് ഒരു ഇതില്ലാലോ, ഒന്ന് പുറത്തേക്ക് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോലും ഒറ്റയ്ക്ക് പോയിട്ടുള്ളൊരു ശീലമില്ലാലോ, എന്നെക്കൊണ്ട് സാധിക്കുമോ, അങ്ങനെയൊക്കെ പേടിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ഒരു വഴിയും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ലാസ്റ്റ് 3 മാസത്തോളം കുറച്ച് പ്രശ്നങ്ങളൊക്കെ
ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കുക. അവർ ഏത് നേരവും ഈ ഒരു പ്രോബ്ലംസും എൻ്റെ കരച്ചിലും കാര്യങ്ങളും ഒക്കെ കണ്ട് മാത്രം വളരുന്നതും ശരിയല്ലല്ലോ. കാരണം പിന്നീട് ഇതൊരു നോർമലൈസ് ചെയ്ത ഒരു കാര്യമായിട്ട് മാറിപ്പോവും. അവരുടെ ലൈഫിലും ഇതുപോലെയുള്ള പ്രോബ്ലംസ് നടക്കുമ്പോൾ ഇതന്നെയാണ് ജീവിതം എന്നുള്ളത് അവർ തെറ്റിദ്ധരിക്കും. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു ടു ബി ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറയാം, ഉപ്പില്ലാത്തൊരു കുട്ടികളായിട്ട് അവർ വളരാനോ അല്ലെങ്കിൽ ഉമ്മല്ലാത്തൊരു കുട്ടികളായിട്ട് വളരാനോ എനിക്ക് താല്പര്യമില്ല. അതായത് ഈ പ്രശ്നങ്ങളോ അടിയൊക്കെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു മറ്റേ ചെയ്തു ഇത് ചെയ്തു, അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലതല്ലേ രണ്ടാൾ രണ്ട് ഭാഗത്ത് നിൽക്കുക. ശരിയാണ് സിലു പറഞ്ഞത്, ശരിയാണ്. എന്താ ചോദിച്ചാൽ എന്താണ്, അവൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി. പിന്നെ 5 മക്കളാണ്, 1 2 മക്കളല്ല, ആ 5 മക്കളും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ വേണം വളരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എപ്പോഴും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് മക്കളിലായിരിക്കും നമ്മൾ ആ ഒരു ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അത് എന്താണ് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് നമ്മുടെ മക്കൾ എന്തെങ്കിലും ചോദിക്കുകയോ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മക്കളുടെ അടുത്ത് ദേഷ്യപ്പെടും. നമ്മുടെ ഭർത്താവിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ അടുത്തായിരിക്കും അത് കാണിക്കണം. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ അവൾക്ക് എന്താണ് ശരിയല്ല എന്ന് തോന്നി. 2-3 മാസമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും കരച്ചിലും ഇതൊക്കെ ആയതുകൊണ്ട് ആ പിള്ളേർ അത് കണ്ടല്ലേ വളരുന്നത്. അപ്പോൾ അത് പിള്ളേരിലേക്കും അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ 5 മക്കളെ നല്ല രീതിയിലേക്ക് വളർത്തണം എന്നതുകൊണ്ട് തന്നെയാണ് ആ പുള്ളിക്കാരി ആ വീട് വിട്ട് ഇറങ്ങി പുതിയൊരു വീട് വാങ്ങിച്ചു. പുതിയ വീട് വാങ്ങിച്ചില്ല, അതൊന്ന് പൊസിഷൻ ആക്കിയിട്ട് എടുത്തിരിക്കണം. അതിന് വരെ ആളുകൾ കമൻ്റ് ഇടുന്നത് കണ്ടു, പുള്ളിക്കാരി കുത്തി നോവിക്കുന്നത് കണ്ടു, നീ ഞങ്ങളുടെ മുമ്പിൽ നുണ പറയുകയാണ്, നീ കള്ളിയാണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി എങ്ങനെയൊക്കെയാണ് അറിയോ, ഒരു കാര്യം അറിയാതെ എന്തിനാണ് ഇത്രയും അവളെ കുറ്റപ്പെടുത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു പെൺകുട്ടിയെ ഇത്രയ്ക്ക് മാത്രം ക്രൂശിക്കേണ്ട കാര്യമുണ്ടോ? അവൾ ഒന്നുമില്ലാതെ ഇറങ്ങി വരില്ലല്ലോ, അത് ചിന്തിച്ചാൽ പോരെ. ആ 5 മക്കളെ പൊന്നുപോലെ നോക്കുന്നില്ലേ? എല്ലാവരും ചെയ്യുന്നത് പോലെ കുറേ ആളുകൾ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മക്കളെയും കൊന്ന് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. പുള്ളിക്കാരി അതൊന്നും ചെയ്തില്ലല്ലോ. നമ്മൾ കുത്തി ഒരു ഈ പറയുന്ന ആളുകളൊക്കെ കുത്തി നോവിക്കുന്ന സമയത്ത് ഒന്ന് ചിന്തിക്കുക. ആ പുള്ളിക്കാരി ആ മക്കളെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ വേറെ ഒരുത്തൻ്റെ കൂടെ ഓടിപ്പോവുക ഒന്നുമല്ല ചെയ്തത്. ആ മക്കളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് വേറൊരു വീടെടുത്ത് അങ്ങോട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ ഇഷ്ടത്തിനാണ് ഇപ്പോൾ ഭർത്താവിൻ്റെ വീട് അത്രയും നല്ല ഭംഗിയാക്കിയിട്ടാണ് പുള്ളിക്കാരി കൊണ്ടുപോയത്. അപ്പോൾ വേറൊരു വീട്ടിലോട്ട് പോയപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ അത്രയും വർഷം 20 വർഷത്തോളം അപ്പോൾ അത്രയും നാൾ അതിലിരുന്നിട്ട് പിന്നെ വേറൊരു വീട്ടിലോട്ട് പോകുമ്പോൾ അത് കാണുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ പഴയ വീട് പോലെ തന്നെ ഈ ഒരു വീടും ആക്കണം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി അത് ചെയ്യുകയാണ്. അപ്പോൾ പുള്ളിക്കാരി തന്നെ പറയേണ്ടത് അത് പൊസിഷൻ എടുത്തത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്, 1 വർഷത്തിനുള്ളിൽ ഞാൻ ചിലപ്പോൾ അത് സ്വന്തമാക്കാം, അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നതെന്ന് എടുത്തെടുത്ത് ഓരോ വീട്ടിൽ പറഞ്ഞിട്ട് പിന്നെയും പുള്ളിക്കാരിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തിനാ അങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുക. സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. നിങ്ങൾ എന്തിനാ പുള്ളിക്കാരി വെറുതെ ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഓരോ കമൻറ്റുകൾ അയാൾ പാവമാണ്. അതുപോലെ ഓരോരുത്തർ റിയാക്ഷൻ ചെയ്യുന്ന ഒരു കാര്യം അറിയാതെയാണ് പുള്ളിക്കാരൻ്റെ കാര്യങ്ങളെടുത്ത് പറയുന്നത്. അയാളൊരു പാവം മനുഷ്യനാണ്, ഇവളുടെ അഹങ്കാരം കൊണ്ട് ഇറങ്ങി വന്നതാണ്, നിന്നെ കാണുമ്പോൾ തന്നെ അറിയാം നീ വില്ലത്തിയാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് റിയാക്ട് ചെയ്തത് കണ്ടു. അപ്പോൾ ഒരു പെണ്ണിൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് മാത്രം ആ പെണ്ണിനെ ക്രൂശിക്കുക, അല്ലാതെ വെറുതെ എടുത്ത് എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പുള്ളിക്കാരി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് തന്നെ ആൾക്കാർ നിരന്തരം ഓരോ വീഡിയോകൾ ഇടുമ്പോഴും അതിൽ വന്നിട്ട് എന്താണ് നിങ്ങൾ സെപ്പറേറ്റ് ആയത്, എന്താണ് മാറി താമസിക്കുന്നത്, നിരന്തരമായി ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോഴാണ് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് പുള്ളിക്കാരി വന്നത്. ഈ പുള്ളിക്കാരിക്ക് അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി എന്നുള്ളത് പോലും പറയാൻ താല്പര്യമില്ല. പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒന്നും പറയാൻ താല്പര്യമില്ല. എന്താ ചോദിച്ചാൽ പുള്ളിക്കാരി കുറച്ച് റീച്ചിൽ നിൽക്കുന്ന ഒരു ചാനലാണ്. പുള്ളിക്കാരി എന്തെങ്കിലും പറയുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്യും. അത് വേറെ പല രീതിക്കാണ്, മക്കളെ അടക്കം വലിച്ചിട്ടിട്ടാണ് അതിൽ റിയാക്ഷൻ ചെയ്യണവരത് എടുത്തിടുന്നത്. റിയാക്ട് ചെയ്തോ, നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിലെന്തൊക്കെ സത്യാവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം റിയാക്ട് ചെയ്യുക എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അല്ലാതെ ഒരു പെൺകുട്ടി വെറുതെ എന്തിനാണ് ഇങ്ങനെ ക്രൂശിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും സിലു പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാം, നിങ്ങൾ ഡെയിലി വീഡിയോ ഇടുമോ, ഡെയിലി 2-3 വീഡിയോ ഇടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി 2-3 വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ നമ്മൾ ചത്തു മതിയാവും. അങ്ങനെയാണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോഴാണ് ഒരുപാട് പേർക്ക് ഞാൻ പറ്റിക്കാണ് എന്നുള്ളൊരു തോന്നലൊക്കെ വന്നു. അതിങ്ങനെ നിരന്തരം ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നും കിട്ടുന്ന പൈസനെ പറയുന്നത് ഗതികെട്ട പൈസ എന്നാണ്. അത്രയും മോശമായ രീതിയിലാണ് പറയുന്നത്. കാരണം ഈ മോശമായിട്ടുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരെ കൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഗുണമൊന്നുമില്ല. പക്ഷെ എൻ്റെ മക്കളുടെ അവകാശങ്ങൾ അവർക്ക് തടസ്സപ്പെടാതെ
നേടിക്കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് അവർക്കും കൂടെ ഈ പറയുന്ന വ്യക്തിക്കും കൂടെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതല്ല ആ റെസ്പോൺസിബിലിറ്റീസും എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും സന്തോഷത്തോടു കൂടി എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു കുറവുമില്ലാതെ ഞാൻ നോക്കാൻ ഞാൻ റെഡി തന്നെയാണ്. അപ്പോൾ ഒളിപ്പിച്ച് വെച്ചതോ ഒന്നുമല്ല. ഞാൻ ഒറ്റയ്ക്കാണ്. ഓൾവേസ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പോൾ അത് ഓപ്പണായിട്ട് തുറന്നു പറയുന്നു. ഞാൻ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്കായിരുന്നു, ഒറ്റയ്ക്കാണ്. എൻ്റെ മക്കൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒന്ന് മാത്രം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പറയാം. ഒരു പെണ്ണിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് തീരുന്നിടത്ത് പല ബന്ധങ്ങളും അവസാനിക്കും. സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തുടർന്നും സപ്പോർട്ട് ചെയ്യാം. എന്നെക്കൊണ്ട് പിടിച്ച് നിൽക്കുന്ന ആ ഒരു ലാസ്റ്റ് പോയിൻ്റ് വരെ നിങ്ങൾക്ക് എന്നെ ഇതിൽ കാണാനായിട്ട് പറ്റും. പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. ആ വാക്കുകൾ കേട്ടോ. ഒരു പെണ്ണിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് തീരുന്നിടത്ത് പല ബന്ധങ്ങളും അവസാനിക്കും. അതാണ് അത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല തോന്നി പുള്ളിക്കാരി അത് അവസാനിപ്പിച്ചു. അപ്പോൾ എന്നിട്ടും പറയുന്നുണ്ട് ആ പുള്ളിക്കാരനക്ക് എന്താ പറയുക, 5 മക്കൾക്കും പല അവകാശങ്ങളും ഉണ്ടല്ലോ. ഒരു വാപ്പ അല്ലെങ്കിൽ ഒരു ഉപ്പ എന്നുള്ള രീതിയിൽ ആ മക്കൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങളുണ്ട്. അത് വേണമെങ്കിൽ കൊടുക്കാം, താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കാം. അതിനും താല്പര്യം ഇല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം പോലും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. എന്നിട്ട് പോലും ഞാൻ അദ്ദേഹത്തെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അർത്ഥം. അതാണ് പെൺകുട്ടി. അല്ലാതെ ഓരോ ആളുകൾ ചെയ്യുന്നത് പോലെ ഒരു മകൾ അല്ലെങ്കിൽ ഒരു 2 മക്കൾ, 2 മക്കളുണ്ടെങ്കിൽ അത് ഡിവോഴ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആണിനെ പിന്നെ ജീവിക്കാൻ സമ്മതിക്കാതെ ചിലപ്പോൾ പല 2 പേരുടെയും തെറ്റുകൊണ്ടായിരിക്കാം ആ ബന്ധം അവസാനിക്കുന്നത്. അപ്പോൾ അത് അവസാനിച്ച് കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അവൻ വേറൊരു കല്യാണം കഴിച്ചു. ആ ബന്ധത്തിനെ എന്താ പറയുക, എങ്ങനെയെങ്കിലൊക്കെ തകർക്കാൻ നോക്കണം. ആ ബന്ധത്തിനെ ജീവിക്കാൻ സമ്മതിക്കാതെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്ന ഓരോ പെണ്ണുങ്ങളുണ്ട്. അതുപോലെയൊന്നും ചെയ്യാതെ ഈ പുള്ളിക്കാരി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവകാശങ്ങൾ കൊടുക്കാം. അവകാശത്തിന് വേണ്ടിയിട്ട് ഞാൻ ആരുടെ മുമ്പിലും വരില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ അതിനും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ അതിൽ നിന്നും ആ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കാം. അതാണ് ആ പെൺകുട്ടി. ആ വാക്കുകളാണ്, ഈ ഒരു ഇതാണ് ഓരോരുത്തരും കണ്ടിരിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഇത് കേൾക്കുന്ന സമയത്ത് കൊടുക്കാൻ തോന്നുള്ളൂ. ഇത് നിരന്തരം പുറകെ നടന്നിട്ട് വേറൊരു കല്യാണം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ജീവിക്കുമ്പോഴും അവരെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും താല്പര്യം കെടുത്തുന്ന രീതിയിലാണ് പല ആളുകളും ചെയ്യുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സിലുവിനെ നമ്മൾ ശരിക്കും പൂവിട്ട് പൂജിക്കണം എന്നാണ് പറയുന്നത്. ഇതാണ് പെൺകുട്ടി. വേണ്ടാന്ന് തോന്നി ഉപേക്ഷിച്ചു. എന്നിട്ടും ആ മക്കളെ 5 മക്കളാണ്, 1 2 മക്കളെ അവിടെ ഏൽപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ 5 മക്കളെയും കൊണ്ട് വീട് വിട്ടിറങ്ങി നല്ലൊരു വീടെടുത്തു. അതിൽ നല്ല സുരക്ഷിതമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആ മക്കൾക്ക് കൊടുത്തു. നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മൂത്ത മോളാണെങ്കിലും വിദേശത്ത് എന്തോ പോകാനാണ് പുള്ളിക്കാരിക്ക് താല്പര്യം എന്ന് പല വീടുകളിൽ കണ്ടു. അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്. ഉമ്മാൻ്റെ കൂടെ നിർത്തി ആ മക്കളെ പഠിപ്പിച്ച് നല്ല പൊസിഷനിൽ എത്തിപ്പിക്കും, ആ മക്കളെ നല്ലൊരു ഇത് നേടിക്കൊടുക്കും എന്നുള്ള ആ പെണ്ണിൻ്റെ വാശിയുണ്ടല്ലോ, അതിൻ്റെ മുമ്പിലാണ് ശരിക്കും നമ്മളെല്ലാവരും ശിരസ് നമിക്കേണ്ടത് എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് മാത്രം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ശരിക്കും സിലുവിനെ ഞാൻ നേരിട്ട് കാണണമെങ്കിൽ ഒരു സല്യൂട്ട് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് മാത്രം സ്ട്രഗിൾ ചെയ്ത്, അത്രയ്ക്ക് മാത്രം ബുദ്ധിമുട്ടി, അത്രയ്ക്ക് മാത്രം ആ ഒരു ഇതിലൂടെയാണ് ആ പുള്ളിക്കാരി പോകുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അത് ചെയ്യുന്നത്. ആ 5 മക്കളുടെ കാര്യം, പിന്നെ എന്തൊക്കെയോ ബിസിനസ് കാര്യങ്ങൾ, പ്രൊമോഷൻ വീഡിയോസ്, എന്താ പറയുക, ആ പെൺകുട്ടിക്ക് ഇരിക്കാൻ പോലും സമയമില്ല, ഉറങ്ങാൻ പോലും സമയമില്ല. അത്രയ്ക്ക് മാത്രം ബുദ്ധിമുട്ടിയാണ് ആ പെൺകുട്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരിക്ക് ഞാൻ ഈ ഒരു അവസരത്തിൽ ഒരു സല്യൂട്ട് കൊടുക്കുകയാണ് സിലുവിന്. അത്രയ്ക്ക് മാത്രം ആ പെൺകുട്ടി ഇതാവുന്നുണ്ട്. ഓരോരുത്തരെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ ഒരു വാക്കുകളും ഇല്ല. അത്രയ്ക്ക് മാത്രം ഞാൻ സിലുവിനെ കടപ്പെട്ടിരിക്കുന്നു. ഓരോ പെൺകുട്ടിയും സിലുവിനെ കണ്ട് പഠിക്കണം എന്ന് തന്നെയാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാൻ, ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് സിലുവിനെ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോ ഒന്നുമല്ല. എനിക്ക് ഇങ്ങനെ റിയാക്ഷൻ ചെയ്ത് പുള്ളിക്കാരിയെ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ പറയുന്നത് കേട്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത്. അല്ലാതെ കുറ്റപ്പെടുത്താനോ വേറെ ഒന്നും
ഒന്നിനും വേണ്ടിയിട്ടല്ല, പുള്ളിക്കാരിയുടെ ആ ഒരു ഇത് എല്ലാവരും കണ്ട് പഠിക്കണം എന്നൊരു രീതിയിൽ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.